ആ താലൂക്കിലെ അപേക്ഷകളെല്ലാം ഉണ്ട്. ഞാൻ 2011 ഈ സ്ഥലം ഞാൻ വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ട് ഞാൻ മദ്രാസിൽ ചെന്ന് അവിടുന്ന് വരെയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോകുന്നതാണ്. അന്നാണ് എന്റെ അമ്മായിപ്പം മരിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് പിന്നെ അവിടെ തിരിച്ചു പോന്നു. പിന്നെ അത് പോയില്ല. പിന്നെ സാമ്പത്തികം ഒന്നും ആവാത്തോണ്ട് പിന്നെ ആ വഴിക്ക് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ 2023 ഫെബ്രുവരി മാസമാണ് 28-ാം തീയതിയാണ് മദ്രാസിൽ വീണ്ടും പോയി. ഞാൻ ഈ കച്ചവടം സംസാരിച്ച് വന്ന് ഇവിടെ വന്നു. താലൂക്കിൽ പോയി നമ്മൾ പല സർവേരന്മാരെ കൊണ്ട് അളപ്പിച്ചു. പല സർവേരന്മാരെ കൊണ്ട് അളപ്പിച്ചിട്ടും സ്ഥലം തൃപ്തിയാവാത്തത് കൊണ്ട് നമ്മള് താലൂക്ക് സർവേർ മുഖേന അളന്ന് തിരിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ റീസർവേ ഓഫീസില് ഇപ്പൊ നിലവിൽ സ്പെഷ്യൽ ഓർഡറുകളൊന്നും സ്വീകരിക്കണ്ടായെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ സ്പെഷ്യൽ ഓർഡറുകളൊന്നും സ്വീകരിക്കണ്ടായിരുന്നു കളക്ടറേറ്റിൽ നിന്ന്. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു സ്ഥലം അളന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു. മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം അളന്ന് തിരിച്ചു തരണം, അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളന്നത്. അത് നേരെ കളക്ടർ വന്നു. അത് കളക്ടറേറ്റിൽ വന്നു. കളക്ടറേറ്റിൽ നിന്ന് അത് ഫോർവേഡ് താലൂക്കിൽ പോയി അവരത് പരിശോധിച്ച് അവിടുന്ന് അങ്ങനെയാണ് ഈ സാധനം അളന്ന് തിരിച്ചു തരുന്നത്. പെട്ടെന്ന് അളന്ന് തിരിച്ചു തരാൻ വേണ്ടി നമ്മളിത് വില തൊട്ട് അവധിക്ക് പറഞ്ഞ് മേടിച്ചതെന്നല്ലോ. സ്പെഷ്യൽ ഓർഡറിന്റെ കോപ്പി നിന്റെ ഉണ്ടോ? അല്ല, അത് നേരെ താലൂക്കിലോട്ടല്ലേ വരുന്നത്. കോപ്പി ഒന്നും കയ്യിലില്ല അല്ലേ? ഇല്ലില്ല, അത് നേരെ നമ്മുടെ കളക്ടറേറ്റിലോട്ടാണ് ഓർഡർ വന്നത്. കളക്ടറേറ്റിന് അതൊന്നും ബൈഹായിട്ട് തന്നുവിടുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മളവിടെ അപേക്ഷ കൊടുത്തു, അപേക്ഷ മേടിച്ചു വെച്ചു. അവിടുന്ന് അത് പരിശോധിച്ച് നടപടി എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു. അത് നേരെ മെയിൽ വഴിയും അങ്ങനെയല്ലേ സാധനം വരുന്നത്. നമ്മുടെ കയ്യിലൊന്നും ആ രേഖകളൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ സാധനം അളന്ന് തിരിച്ചു തന്നു. അളന്ന് തിരിച്ചു തന്നതിന് ശേഷമാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ വിൽപ്പനയും കാര്യങ്ങളും ഏകദേശം ഒരു 40ഓളം പേര് ഇത് വാങ്ങിയിട്ടുണ്ട്. അവർ ആധാരം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഇത് വാങ്ങിയിരിക്കുന്നത്. 10 3 ഏക്കർ നിന്റെ ഇത് വാങ്ങിച്ചവർക്കെല്ലാം നീ ആധാരം തിരിച്ചെഴുതി കൊടുക്കുകയും ചെയ്തു അല്ലേ? എല്ലാവർക്കും ആധാരം എന്റെ നടത്തിയോ? പോക്കുവരവ് നടത്തി എല്ലാവരുടെയും പേര് കരമടച്ച് എല്ലാ സംവിധാനം ചെയ്തു. എല്ലാവരുടെയും പേര് പോക്കുവരവ് നടത്തി എല്ലാം കാര്യങ്ങൾ തെറ്റ് കരമടവും എല്ലാം നടന്നിരിക്കുന്നതാണ്. അവരെല്ലാം NOC അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് മൊത്തമായ കാര്യങ്ങൾ നിങ്ങള് അന്വേഷിച്ച് അറിയുന്നുണ്ട്. പക്ഷെ ഈ കക്ഷി എന്ന നിലയ്ക്ക് എന്നോടും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കുക. അതല്ലേ ഇപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചത് ഇങ്ങനെ ഒരു സംവിധാനം പറഞ്ഞ കേട്ടല്ലോ, സംഗതി ശരിയാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണല്ലോ. അതെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇന്നലെ ഞാൻ അറിഞ്ഞൊരു കാര്യേ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്പെഷ്യൽ ഓർഡർ ഇറക്കിയാണ് സർവേ നടത്തി റീസർവേ നടത്തിയത് എന്നിങ്ങനെ അറിഞ്ഞു. അപ്പൊ ശരിയാണോ ഞാൻ നിന്നോട് ചോദിച്ചതുകൊണ്ടാണ്. സ്പെഷ്യൽ ഓർഡർ നമ്മളിപ്പം പല കാര്യങ്ങൾക്കും നമ്മൾ സ്പെഷ്യൽ ഓർഡർ മേടിക്കാറുണ്ട്. ഞാനിത് പൂപ്പാറയിൽ ഇച്ചിരി സ്ഥലം മേടിച്ചിട്ടുണ്ട്. പൂപ്പാറയില് നമ്മുടെ ശങ്കരപാണ്ഡ്യം വീട് അരിക്കൊപ്പം നിന്ന സ്ഥലം അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇത് റീസർവേ എന്ന് വെച്ചാൽ പണ്ട് റീസർവേ നടത്തിയപ്പോൾ റീസർവേയിൽ പെടാതെ പോയി ഈ സ്ഥലം. കാരണം വെച്ചാൽ നമ്മുടെ സ്ഥലം മാത്രമല്ല, ഇപ്പൊ പള്ളി ഇരിക്കുന്ന സ്ഥലം, വിൻഡർ ഗാർഡൻ ഇരിക്കുന്ന സ്ഥലം, ഇങ്ങനെ ആ ഏരിയയിലെ സ്ഥലങ്ങൾ മൊത്തം 460 ഹെക്ടർ സ്ഥലം ഒറ്റ FMBയിൽ അളന്നിട്ടിട്ട് അത് അന്ന് അവിടെ ആരും ഇല്ലായിരുന്നു. അന്ന് കാലഘട്ടത്തിലൊന്നും ആരും അവിടെ താമസം ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം, ഇപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ അടുത്ത് ഒറ്റ സർവേ നമ്പർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഏതാ? നമ്മുടെ ഇവിടെ അവിടെ ഇപ്പൊ നമ്മുടെ 27/1 ഒറ്റ സർവേ നമ്പർ അവിടെ ഉള്ളൂ. ഒറ്റ സർവേ നമ്പറല്ലേ ഉള്ളൂ. അപ്പൊ അതും ശരിയാണ്. അങ്ങനെ 27/1 ഒറ്റ FMB ആണ്. ആ ഒരു ബ്ലോക്ക് ഒറ്റ FMBയിൽ അളന്നിട്ടിരിക്കുന്നതാണ്. അപ്പൊ അത് പല സ്ഥലങ്ങളും നമുക്ക് അടിമാലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ചിലപ്പോൾ റീസർവേ സ്ഥലം പെടാതെ പോകാം. നമ്മൾ പെടുത്താൻ വേണ്ടി അപേക്ഷ കൊടുത്ത് അതിന്റെ പട്ടയങ്ങളും മറ്റും പരിശോധിച്ചിട്ടാണ് സ്ഥലങ്ങൾ റീസർവേ സർവേ ചെയ്ത് അത് പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ അവരൊരു മാപ്പിന്റെ അകത്ത് പറഞ്ഞത് 261 എന്നൊരു സാധനമുണ്ട്. ഒരു 2 ഏക്കർ 10 സെന്റ്. അതും ഇതുപോലെ റീസർവേയിൽ പെടാതെ പോയ സ്ഥലമാണ്. അത് അങ്ങനെ അവർ അപേക്ഷ വെച്ചിട്ട് അത് പെടുത്തി കൊടുത്തതാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ആ കയറി പോകുന്ന വഴിക്ക് കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കോതമംഗലം തമ്പി വക, അതിന്റെ അകത്ത് 2 ഏക്കറോ 3 ഏക്കറോ കൊണ്ട് റീസർവേ പെടാത്തതുണ്ട്. ബാക്കി ബ്ലോക്ക് നമ്പർ 35 36 പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം അവിടെ കറക്റ്റായിട്ട് എല്ലാ രേഖകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. ഏത് താലൂക്ക് ഓഫീസിൽ പോയാലും ഈ പട്ടയങ്ങളുടെ ഫയൽ ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശം വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കിട്ടും, ഫീസ് അടച്ച് അന്നേരം കിട്ടും. എല്ലാ അധികാരികളുടെ രേഖകളും പരിശോധിക്കാവുന്ന മാർഗം ഉള്ളതാണ്. അതാണ് അതിന്റെ സംവിധാനം. അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ ഒരു മാൻ പ്രാക്ടീസ് നടക്കാൻ മാത്രം ഇതിനകത്തൊരു വ്യാജനോ അല്ലെങ്കിൽ ഒരു മറ്റൊരു അതോറിറ്റിയുടെ ഹെൽപ്പിനോ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഇതിന്റെ അകത്ത് ഇല്ല. നമുക്ക് ഓൾറെഡി പട്ടയം കരമടച്ചുകൊണ്ട് 1965 മുതൽ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. അല്ലടാ, ഈ 65 കാലഘട്ടത്തിലേക്ക് അവിടെ ഈ പട്ടയം കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടത്തെ പിന്നത്തെ അന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാലോ.
അന്ന് തമിഴന്മാരാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മൊത്തം. തമിഴ് ഫാമിലിയാണ്. കാരണം എനിക്ക് അതിന്റെ തൊട്ടു മേളിൽ 65 പട്ടയമുണ്ട്. അതിന്റെ തൊട്ടു മേളില് ചിന്നക്കനാൽ വില്ലേജ് 65 പട്ടയമുണ്ട്. അത് 3 ഏക്കർ 15 സെന്റ് സ്ഥലം. അത് ഞാൻ വിറ്റ് കഴിഞ്ഞു. അത് 3 ഏക്കർ 15 സെന്റ് 65 പട്ടയം, 65 കാലഘട്ടത്തിലെ പട്ടയം അവിടെ ഉള്ളത് മൊത്തം. അന്ന് അവിടെ മൊത്തം ഞാൻ പറഞ്ഞ ചിക്കരി കൃഷിയായിരുന്നു അന്ന് മൊത്തം. അന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാളിപ്പാറ മറ്റേ ലാക്കാട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ മരക്കാരുടെ കാലത്ത് ഇവിടെ റേഷൻ കടയും പരിപാടിയായിട്ട് വന്ന പാർട്ടികളാണ്. അവരുടെ സ്ഥലമായിരുന്നു മഞ്ഞക്കുഴി എസ്റ്റേറ്റ് മുതൽ മൊത്തം ഇങ്ങോട്ട് അവരുടെ സ്ഥലമാണ്. ആ ഗ്യാപ്പ് റോഡ് നമ്മൾ ഇറങ്ങി വരുമ്പോ ഹൈവേ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ളത് 1947 പട്ടയം. 13 ഏക്കർ 89 സെന്റ് സ്ഥലം 1940 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പട്ടയമാണ്. അന്ന് അവരത് 3000 രൂപയ്ക്ക് വില വാങ്ങിച്ചതാ. അന്ന് അത് കാപ്പിത്തോട്ടമായിരുന്നു പണ്ട്. ഈ ശരിക്കും പറഞ്ഞതിന്റെ രേഖകൾ അന്വേഷിച്ച പണ്ട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നല്ലോ. പല രേഖകളും തമിഴ്നാട്ടിലെ തേനിയിലെ ഉത്തമവാളയത്തെ ഓഫീസിലായിരിക്കുന്നുണ്ട്. അല്ല, ചിന്നക്കനാൽ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. പണ്ടത്തെ കാലഘട്ടത്തില് പൂപ്പാറ താവളം വരുന്നതിന് മുമ്പ് പല രേഖകളും തമിഴ്നാടിന്റെ ഇതിലായിരിക്കുന്നു. എന്നിട്ട് അതിന്റെ സ്കെച്ചും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ ആയിരിക്കുന്നു. പല ആൾക്കാരും അവിടെ തമിഴ്നാട്ടിൽ പോയല്ലേ സാധനം എടുക്കുന്നത്, രേഖകൾ എടുക്കുന്നത്. നമുക്ക് പൈസമാരി ഒന്നും അല്ലായിരുന്നു. എനിക്കൊരു പുതിയ അറിവാ. അല്ലല്ല, നമുക്ക് ഇതിന്റെ രേഖകൾ ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ ഈ മൂന്നാറിന്റെ ഈ പകുതി ഇങ്ങനെ ഈ കുമ്പളി വരെയുള്ളതിന്റെ പകുതി ഭാഗങ്ങളുടെ തമിഴ്നാട്ടിലാണ് അതിന്റെ സ്കെച്ച് ഇരിക്കുന്നത് മൊത്തത്തില്. ലിത്തോപ്പ് മാപ്പില്ലേ, അത് അവരുടെ ലിത്തോപ്പ് മാപ്പിലാണ് കിടക്കുന്നത് സാധനം. അത് അങ്ങനെ പോയി പലരും, ഞാൻ പോയി എടുത്തിട്ടില്ല, അങ്ങനെ പലരും പോയി എടുത്ത് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഈ പറയപ്പെട്ട ഇവരുടെ ഈ ബാലകൃഷ്ണന്റെയും ഈ 13 ഏക്കറിന്റെ സ്കെച്ചൊക്കെ അതിന്റെ അകത്താ കിടന്നു. ഞാനത് വാങ്ങാൻ വേണ്ടി പോയി നോക്കിയതാ. പോയി വാങ്ങാൻ വേണ്ടി അവരെല്ലാം പട്ടയാന്ന് നോക്കി. ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോ അത് ഏലത്തോട്ട പട്ടയാണ്. ആദ്യം അത് കാപ്പിത്തോട്ടമായിരുന്നു, പിന്നെ അത് ഏലത്തോട്ടമായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കിടക്കുന്ന സ്ഥലം ആ വലിയ യൂക്കാരിയൊക്കെ വളർന്നു നിൽക്കുന്ന സ്ഥലം. അതിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന എന്റെ 65 പട്ടയമാണ്. അത് വീരസ്വാമി ചെല്ലമകൻ വീരസ്വാമിക്ക് 151/65 1965 കിട്ടിയ പട്ടയമാണ്. അതിന് മുമ്പും അവിടെ പട്ടയമുണ്ട്. ഈ മലയക്കള്ളന്റെ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്തൊക്കെ അവിടെ പട്ടയം ജനവാസം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ജനവാസം ഉണ്ടായിരുന്നു. കാരണം അത് അവിടെയൊക്കെ പണ്ട് കാലത്തെ വീടും പാറ്റുപുരകളും ഒക്കെ ഉണ്ട്. നമ്മളെ മെഡിക്കൽ സമയത്തൊക്കെ അവിടെ പാറ്റുപുരയും കല്ലും കൊണ്ട് കെട്ടിയ പാറ്റുപുരയും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഇന്ന് കാണുന്ന ഗ്യാപ്പ് റോഡ് അവിടെ കണ്ടീഷനിൽ ആൾക്കാർ നിൽക്കുന്നു. അന്ന് അവിടെ ഇഷ്ടംപോലെ ജനവാസ മേഖല ഉണ്ടായിരുന്നു. അത് ഈ ലംബോദറിനൊക്കെ അറിയാലോ കൂടുതൽ വാർത്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലംബോദരം താഴെ കുറെ പട്ടയവും ബാക്കി 2-3 ഏക്കർ വിരുവൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ലംബോദരൻ നമ്മൾ ആ വിന്റർ ഗാർഡൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അകത്തേക്ക് വഴി കയറുന്നുണ്ട്. ലംബോദരനോട് പിടിച്ചിട്ടാണ് ഈ നമ്മുടെ വിന്റർ ഗാർഡൻ ഇല്ലേ, റിസോർട്ടില്ലേ, അത് കഴിഞ്ഞ് വൈസം വാലിക്ക് ഇറങ്ങി വരുമ്പോ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അകത്തേക്ക് ഒരു വഴിയുണ്ട്, മണ്ടോട്. ആ റോഡൻ കയറി വിന്റർ ലംബോദരന്റെ ടെന്റ് ക്യാമ്പിങ്ങും പരിപാടിയും. അല്ലല്ല, അത് വേറെ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ താഴത്തേക്ക് വരുമ്പോഴാണ് ഈ പറയപ്പെട്ട സുരയുടെയൊക്കെ ടെന്റ് ക്യാമ്പിങ്ങും മഡ് ഹൗസും. അവിടെ 10-40 ടെന്റ് ഉണ്ട്. ഈ സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ ഹസ്ബൻഡിന്റെ അല്ലേ? ഒരു 10-40 ടെന്റ് ഉണ്ട്. 40 ടെന്റ് ഉണ്ട്. അതിപ്പോ അവരുടെ കുറച്ച് പട്ടയസ്ഥലം അവരുടെ പട്ടയസ്ഥലമാ. അപ്പൊ അത് അവര് 3-4 പേര് കൂടി ചെയ്യുന്നതാ. അതുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ നിൽക്കുന്നത് ഈ മറ്റേ 50 ഏക്കറിന്റെ കൈയേറ്റം മറയ്ക്കാൻ വേണ്ടി. ഈ മറ്റേ 50 കൈവശം ഞാൻ അറിഞ്ഞത് ഈ സുരേന്ദ്രൻ തന്നെയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞേ. അതൊന്നും അല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഉണ്ടോ? എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. BJP അടക്കമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്റെ അത് വെട്ടോണ്ടാവെന്ന് ചോദിച്ചപ്പോ രതീഷും കൂടെ കൂടിയാണ് ആ വഴി വെട്ടിയിരുന്നത്. രതീഷോ? രതീഷും മെമ്പറും കൂടെ. രതീഷിന്റെ പേര് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷിച്ചറിയാം. രതീഷും കൂടെ കൂടിയാണ് ആ കാര്യം ചെയ്തേക്കുന്നത്. ഞാൻ ഇന്നത്തെ മീഡിയ വാർത്തയിൽ ഇതെല്ലാം ഞാൻ പറയും. കാരണം ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മിണ്ടാണ്ടിരുന്ന കാര്യങ്ങൾ നിന്നിട്ട് നമുക്കെതിരെ ഈ ആശയം ഉന്നയിക്കുമ്പോ എനിക്കും ആശയം ഉന്നയിക്കാമല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും രതീഷ് മെമ്പറിന്റെ ഒക്കെ ഞാൻ പേര് പറയും. എനിക്ക് അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് രതീഷ് മെമ്പറാണ്. വൈസമാലി പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റിന്റെ രേഖകൾ പുറത്തേക്ക് പോയത് രതീഷ് സന്തോഷം വഴിയാണ്. അവരാണ് അത് അവിടുന്ന് എടുത്തു കൊടുത്തത്. പിന്നെ ഒരു കോൺട്രാക്ടർ ഉണ്ട്, വേറെ ഒരു സന്തോഷം ഒരാള്. ഇവര് 3 പേരും കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതിന്റെ അകത്തൊക്കെ ഒത്തിരി അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മള് ഒറ്റയ്ക്ക് നിൽക്കുന്നു, നമ്മുടെ പുറകിൽ ആൾക്കാരുണ്ടാവില്ല. നമുക്കെതിരെ നമ്മൾ തന്നെ ശബ്ദിച്ചാൽ മതി. എല്ലാ രേഖകളും എന്തായാലും ശരിക്കും അന്വേഷണം നടക്കട്ടെ. കാരണം ഞാൻ എന്റെ രേഖകളല്ല ഇന്നലെ ആ യൂട്യൂബ് ചാനൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
പട്ടയം തൊട്ട് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തും ആ പട്ടയം വ്യാജമാന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പട്ടയം വ്യാജമാന്ന് പറയണമെങ്കിൽ അതിന് രേഖാമൂലം അന്വേഷിക്കണ്ടേ? ചുമ്മാ താലൂക്കിൽ ചെന്നിട്ട് ഇത്ര നമ്പർ പട്ടയ ഫയലിന്റെ കോപ്പി തരാൻ പറഞ്ഞ ആ ഫയൽ അവിടെ നിന്ന് കിട്ടും. അതവിടെ ഇല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ട് ഫയല്. എന്തൊക്കെ രേഖകൾ ഒരു രേഖയല്ല. അതൊരു അന്നത്തെ ഡേറ്റിൽ പോലും അന്നത്തെ എല്ലാം ചെയ്ത ഫീസ് ട്രഷറി ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് വരെ ഉണ്ട് അതിനകത്ത്. അത് ചുമ്മാ എടുത്ത് വെക്കാൻ പറ്റുമോ? ട്രഷറിയിൽ ആരുമ്പോൾ ചുമ്മാ പൈസ അടയ്ക്കാൻ പറ്റുമോ? അതെല്ലാ രേഖകളും ഉള്ളതാണ് അതിന്റെ അകത്ത്. അപ്പൊ ഞാനേ വൈകിട്ട് ഒന്ന് ഇന്നലെ ആരും ഇല്ലായിരുന്നു. ആയിക്കോട്ടെ.